അതാണല്ലോ അയാൾ പറഞ്ഞ ബോട്ട്. അതെ സർ. ആരും ഇല്ലടാ ഇതില്. ആരറിയുന്നായിരുന്നു? ആ നോക്കാം. ആരാ ഗസ്റ്റ്? ഇന്ന് ഗസ്റ്റ് ഇല്ല സർ. ഗസ്റ്റ് ഒന്നുമില്ല, പിന്നെ നമ്മുടെ നടുക്കായൽ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നേ. മുതലാളിയുണ്ട് സാർ. എവിടെ? റൂമിൽ. മുതലാളി തനിച്ച? അതെ സർ, ഉറക്കത്തില്ല. വിളിക്കണ്ട തമ്പി സാർ. തുറക്കണോ? താൻ തുറക്കുന്നതോ ഞാനായിട്ട് ചവിട്ടി തുറക്കണോ? സാറോ? അയ്യോ, കുഴപ്പമായോ സാറേ? മാറിയിക്കണം അങ്ങോട്ട്. അപ്പൊ മുതലാളി അനാശാസ്യത്തിലായിരുന്നു. അയ്യോ അല്ല. ഇങ്ങോട്ട് മാറിയിക്കടേ സാറേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. എന്നിട്ടാണോ രാത്രി വിളിച്ച് പോട്ടി കയറ്റിയത്? പറഞ്ഞോ. ഒന്നും പറയണ്ട, നടക്കണം അങ്ങോട്ട്. സാറേ, കുര്യച്ചൻ ജില്ലാ കമ്മിറ്റി. ഈ കമ്മിറ്റിയൊക്കെ കുടുംബത്തോടെ നടത്തേണ്ടത്, അല്ല ഹൗസ് ബോട്ടിലല്ല. നടക്കണം. നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. നൈസ്. ഏറ്റില്ല. ഒന്ന് വേഗം തൊഴയിടോ. ഹലോ. എടാ ഗോപാ, എന്താടാ? നിന്റെ നാവ് പൊന്നായടാ. നമ്മുടെ കുര്യച്ചനെ ബോട്ടിൽ നിന്ന് പോലീസ് പൊക്കി വിത്ത് ചമ്പക്കുളം താരാളാ. ആണോ? ആ, നീയാണ് ഒറ്റപ്പെടുത്തേന്ന് എല്ലാരും പറയണത്. ഞാനാ? ആ, ഇപ്പൊ പൊക്കിയുള്ളു. സത്യം. എടാ, എന്റെ കൈയും കാലും പറിക്കുന്നു. എന്താ എന്താ പറ്റിയേ? ആ പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്നാ തോന്നുന്നു. നാശം പിടിക്കാൻ. നാവിലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ. ആ കുര്യച്ചനെ ഒരു സ്ത്രീയും കൂടി ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി. ഓ, അതാണോ കാര്യം? കട്ട് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനാ പറഞ്ഞു വിട്ടത്. കുര്യച്ചൻ അറിഞ്ഞിട്ടുണ്ട്. അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. ദൈവമേ, അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു. വരട്ടടാ, ഇപ്പൊ വരുന്നവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ മാത്രം മതി. താങ്ക് യു. അവന്മാർക്കും എന്നെ മാത്രം മതി. വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അഴിച്ചു വിട്ട് നോക്കിയാലോ? ഇവിടെ പട്ടിയൊന്നുമില്ല. ചുമ്മാ ഒരെണ്ണത്തിന് വളർത്തിക്കൂടെ? നമുക്ക് പെട്ടെന്ന് ഇറങ്ങാല്ലേ? മോളെ സൂക്ഷിച്ച്. വാ അമ്മ. അയ്യോ പോലെ, ഞാനുണ്ട്. വാ. നീ ഇവളുടെ കൂടെ അകത്തേക്ക് പോയിക്കോ. ഓ വാ. വാതിലില്ലേ? എന്താ? കുറച്ച് വെള്ളം കുടിക്കാൻ. മനുഷ്യൻ പേടിച്ചു പോയി. രേവമോ, എന്നാടാ? ആരെ നോക്കി നിക്കുവാ? അത് നിന്റെ അപ്പനേടാ. അങ്ങേര് കിടപ്പിലാ. ഇറങ്ങട്ടോ. നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടോ? പോയി നോക്കടാ. പോടാ. പേരപ്പാളികള്. അവന്റെ ഒരു ശൃംഗാരം. താങ്ക്സ്. മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങി കഴിക്കുന്നത് നന്നായിരിക്കും. എന്ത് ധൈര്യം? ആ ചെറുക്കനോട് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ പറ. ഞാനങ്ങോട്ട്. അമ്മ
അമ്മേ ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തിയെ? അവിടെ എവിടെയെങ്കിലും കാണും. എന്റെ ജോയിച്ച ഇവളുടെ ഡാൻസ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കലാമണ്ഡലം ജയശ്രീ. പൊളിക്കും. നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റ് കൈയടിച്ചില്ലെങ്കിലേ എന്നത് അങ്ങനെ വിളിച്ചോ. അങ്ങനെയൊന്നും വിളിക്കത്തില്ല ഗോപ. പിന്നെ ഞങ്ങളങ്ങ് വരും. അല്ലേ തോമ്പിച്ച? ഞാൻ ഗ്യാരണ്ടി പോരെ. യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ. ഓ. അവരെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അടയും. അതാ ഞങ്ങളുടെ ടെൻഷൻ. എന്റെ തൊമ്മിച്ച ഞാൻ ഏറ്റു. ഇതെനിക്ക് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു സെക്കൻഡേ. ഹലോ, നീ എവിടെ? ആലപ്പുഴയില. ആ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട്. കുരിശാവോ? എനിക്കാണെങ്കിൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട്. വൈകിട്ടൊരു ഗ്രൂപ്പും കാണും കടവത്ത് വള്ളം എടുക്കുമ്പോ. അടുത്തല്ലേ പറ്റൂ, നീ വാ. നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ. അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ എന്നാന്ന് വെച്ചാ ചെയ്യ. ശരി. അപ്പോ കുര്യച്ചന്റെ രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ? ഒരിക്കലും ഇല്ല. നീ അവൻ അതും ഒരു അലങ്കാരമല്ലേ അല്ലേ മാമച്ചു? അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കൊച്ചുറാണിയെ, ഇടയ്ക്ക് ആ സാധനം ഒന്ന് ചെകിട്ടത്തുനിന്ന് മാറ്റി പിടിക്ക്, ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും. ഞാൻ മെയില് ചെക്ക് ചെയ്യുവാ. മെയില് ചെക്ക് ചെയ്താലും കൊള്ളാം, ഫീമെയില് ചെക്ക് ചെയ്താലും കൊള്ളാം. അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം. മാമച്ച എന്റെ വല്ലതും മേടിക്കുവേ. ഞാൻ മേടിച്ചോളാം, പക്ഷെ തരാതിരിക്കരുത്. സാധനം ഇതാര് ജോക്കർ ജോസോ? നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ. മേരിക്കുട്ടി വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ചായിരുന്നു. മാമച്ചനെ വിളിച്ചോ? ഞാനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. എന്നെ വിളിച്ചില്ലെന്നേ. വിളിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എടാ ജോക്കറെ, നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ. മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട, പക്ഷെ അവളുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ 10,000 രൂപ എനിക്ക് കൊണ്ടുതരണം. ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച, പിടയ്ക്കാതെ. ഹലോ, എവിടെയാളിയാ? ഷാപ്പിലാ? അല്ലല്ല, പഞ്ചായത്തിലാ. മിത്രക്കരിപ്പാടം പാട്ടകൃഷി ലേലം. ലേലം വേറെ ആരും പിടിക്കാതിരിക്കാനുള്ള കൊട്ടേഷൻ. അതുകൊണ്ട് ആര് വന്നാലും സ്പോട്ടിൽ അടി. 5,000 രൂപയുടെ കൊട്ടേഷനാ. നല്ല സുഖമുള്ള ഏർപ്പാടാ. നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങി. എപ്പോ? കുറച്ചു മുമ്പ്. കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങളവിടെ വേണം. അവനാകെ പേടിച്ചിരിക്കുക. ദേ മാമച്ച, ഗോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു. പക്ഷേ രൂപ 1000 തരണം. ആദ്യം കാശ്, അത് കഴിഞ്ഞ് കാവല്. അനിയനും ചേട്ടനൊക്കെ അങ്ങ് റേഷൻ കാർഡില് മതി. അയ്യോ, സമയം 10 ലേലപ്പ് തുടങ്ങും. വാ, വരുന്നുണ്ട്. എങ്ങോട്ടാ കുട്ടപ്പായി? ലേലത്തിന്. ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു. ഉറപ്പിക്കുകയും ചെയ്തു. ആർക്ക്? പുളിക്കൽ തോമാച്ചൻ. അങ്ങനെ പറഞ്ഞ എങ്ങനെ 10 മണിക്കല്ലേ ലേലം വെച്ചേക്കണത്? ഓടാ.